പരസ്യമായി രംഗത്ത് വന്നു. കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റിലടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ തങ്ങൾ തഴയപ്പെട്ടതിലും ലീഗിനും മുഖപത്രമായ ചന്ദ്രികയിലും സുന്നി വിരുദ്ധർക്ക് ലഭിക്കുന്ന പ്രാധാന്യവുമാണ് EK വിഭാഗങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി പുകയുന്ന അസ്വാരസ്യം നാളെ കോഴിക്കോട് ചേരുന്ന സമസ്ത മുഷാവറ പ്രമേയ രൂപത്തിൽ പുറത്തുവിടും. മുജാഹിദ്, ജമാഅത്ത് തുടങ്ങി കടുത്ത സുന്നി വിരുദ്ധർക്ക് ലീഗിനകത്തും ഇപ്പോൾ സർക്കാർ കോടികളിൽ ലഭിക്കുന്ന പ്രാമുഖ്യവും കാന്തപുരം സുന്നി വിഭാഗത്തോട് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കാണിക്കുന്ന അടുപ്പവുമാണ് എക്കാലത്തും ലീഗിനൊപ്പം നിന്നിട്ടുള്ള EK വിഭാഗം സുന്നികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി നിലനിൽക്കുന്ന അസ്വസ്ഥത കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ പുനഃസംഘടനയോടെ രൂക്ഷമായിരിക്കുകയാണ്. സമുദായത്തിൽ നിന്ന് 8 പേരെ സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ലീഗ് EK സുന്നി വിഭാഗത്തിൽ നിന്ന് ഒരാളെ പോലും പരിഗണിച്ചില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി ചന്ദ്രിക മുഖപത്രം കാന്തപുരം മുസ്ലിയാർക്കും മർക്കസിനും നൽകുന്ന പ്രാമുഖ്യവും ഇവരുടെ പരിപാടികളിൽ കുഞ്ഞാലിക്കുട്ടി അടിക്കടി പങ്കെടുക്കുന്നതും സുന്നി പണ്ഡിതന്മാരെയും അണികളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പള്ളി മദ്രസ തർക്കങ്ങളുള്ള നിരവധി മഹല്ലുകളിൽ ഇരു സുന്നി വിഭാഗങ്ങളും തമ്മിൽ കടുത്ത വേർതിരിവ് നിലനിൽക്കവേ ലീഗ് നടത്തുന്ന AP സുന്നി വാസ്തവം EK സുന്നികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അകത്തു പുകയുന്ന ഈ പ്രതിഷേധം പരസ്യമായി രേഖപ്പെടുത്തണമെന്ന് സമസ്ത സെക്രട്ടറി കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ മലപ്പുറം സുന്നി മഹലിൽ ചേർന്ന യോഗമാണ് തീരുമാനിച്ചത്. ടാഗോറിൽ ചേർന്ന കൺവെൻഷനിൽ ലീഗിനും മുഖപത്രത്തിനുമെതിരെ ശക്തമായ പ്രമേയം പാസാക്കാനാണ് തീരുമാനം. സമസ്ത ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിലുള്ള സമസ്ത മുഷാവറ പ്രമേയത്തെ സംബന്ധിച്ച് ഇതിനകം ചർച്ച ചെയ്തു കഴിഞ്ഞു. കോഴിക്കോട് നിന്ന് SP മെഹജൂർ.